ഹലോ ഫ്രണ്ട്സ്, ആർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കായയും മമ്പയറും കൂടി ഉപ്പേരി വെക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിലുണ്ടായ കായനെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ മുന്നൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് ഉപ്പേരിയൊക്കെ വെച്ചതാണ്. ഇപ്പോൾ ഇതൊന്ന് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. 3-4 കായ എടുക്കുന്നുള്ളൂ, കാരണം അടിയിൽ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പൊട്ടിച്ച് ഉപ്പേരി വെക്കണ്ട, മക്കൾക്ക് പഴുത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങനെ ചീന്തിയെടുക്കണേ. ഇനി അത് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടാ. അപ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കഴുകി എടുക്കണേ. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചതാണ് പയർ. അതും ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി ഒരു കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കിയ പയറിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് പച്ചക്കായും കൂടി ഇട്ടെടുക്കുകയാണ്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേവാൻ ആവശ്യമായ വെള്ളം കൂടിയും ചേർത്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലോട്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വേണം കേട്ടോ. അപ്പോൾ അത് തൊലി കളഞ്ഞെടുക്കണേ. ഇനി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി ചുവന്ന മുളക് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ. വറവിടാൻ വേണ്ടിയിട്ട് കടുക് ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചതും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ട് തന്നെ നോക്കിച്ചെടുക്കട്ടോ. കറിവേപ്പിലയും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച പയറും കായം കൂടിയും ചേർത്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കട്ടോ. നമ്മളെ കായും പയറും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.